കൊച്ചിയിൽ 2.5 കോടി രൂപ പിടികൂടിയ സംഭവത്തിൽ പണം മാർക്കറ്റ് റോഡിലെ തുണിക്കട ഉടമയുടേത്. പണം കൊടുത്തുവിട്ടത് തുണിക്കട ഉടമയെന്ന് പണവുമായി പിടിയിലായ ഇതര സംസ്ഥാന തൊഴിലാളി. മാർക്കറ്റ് റോഡിലെ രാജ മുഹമ്മദിനെ പോലീസ് ചോദ്യം ചെയ്യും. ഇതിൻ്റെ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഏത് ദിശയിലാണ് നീങ്ങുന്നത്? അജിംഷാ, അതായത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ കണ്ണങ്കാട് പാലത്തിന് സമീപം വെച്ചാണ് ഇന്നലെ 2.7 കോടി രൂപ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് പോലീസ് പിടികൂടുന്നത്. അതിനെക്കുറിച്ച് വ്യാപകമായ അന്വേഷണം പോലീസ് അപ്പോൾ തന്നെ ആരംഭിച്ചിരുന്നു. 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയ്ക്കകത്തുനിന്ന് ഒരു ബീഹാർ സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറായ തമിഴ്നാട് സ്വദേശിയും. അതിൽ ബീഹാർ സ്വദേശിയാണ് ഇതിൽ മാറിയത്. ഈ പണം, ഈ 2.7 കോടി രൂപ എന്ന് പറയുന്നത് മാർക്കറ്റ് റോഡിലെ ഒരു തുണി ഹോൾസെയിൽ വ്യാപാരിയുടേതാണ്. ആ തുണിക്കട ഉടമ രാജ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ തന്നെ പണം ഏൽപ്പിച്ച് ഓട്ടോറിക്ഷയിൽ ഹാർബർ ജംഗ്ഷനിൽ കാത്തു നിൽക്കാൻ പറഞ്ഞു. അവിടെ മറ്റൊരാളെത്തി ഈ പണം വാങ്ങിക്കൊണ്ട് പോയിക്കോളും എന്നാണ് തന്നോട് പറഞ്ഞത്. അതിനനുസരിച്ചാണ് താൻ വന്നതും ഈ ഓട്ടോറിക്ഷയിൽ ഇവിടെ വെയിറ്റ് ചെയ്തതും. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് പോലീസ് സംശയം തോന്നി വാഹനം പരിശോധിച്ച് ഈ പണം കണ്ടെത്തുന്നത്. അങ്ങനെയാണ് സംഭവം എന്നാണ് ഈ ബീഹാർ സ്വദേശിയുടെ മൊഴി. അപ്പോൾ ഇനി പിടികൂടേണ്ടത് രാജ മുഹമ്മദിനെയാണ്. അതായത് തുണി വ്യാപാരി, ആ തുണി മൊത്തക്കച്ചവടക്കാരനിൽ നിന്നാണ് വിവരങ്ങൾ അറിയേണ്ടതും. അയാളുമായിട്ട് ഫോണിൽ പോലീസ് സംസാരിച്ചപ്പോൾ അയാൾ പണത്തിൻ്റെ രേഖകൾ കൈമാറണം എന്ന് അയാളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ നടക്കും. അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ പണത്തിൻ്റെ ഉറവിടം ഒന്ന്, ഈ പണം കൈമാറാൻ ആർക്കാണ് ഉദ്ദേശിച്ചിരുന്നത്, അതാണ് സുപ്രധാന ഒരു കാര്യം. അത് ആരാണ്, എന്ത് ആവശ്യത്തിനാണ്, എന്ത് പർപ്പസിനാണ് ഇത്ര വലിയൊരു പണ കൈമാറ്റം, ഇത്തരം 2-3 കാര്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അത് ഈ ചോദ്യം ചെയ്യലിലും രേഖ കൈമാറുമ്പോഴും ഒക്കെ ലഭ്യമാകും എന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ. ലഭ്യമായില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കും. അതപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കടക്കം കൈമാറിക്കൊണ്ട് അതിൻ്റെ തുടർ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും എന്നതാണ് പോലീസിൻ്റെ നിഗമനം. ഏതായാലും അയാളെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇക്കാര്യത്തിൽ നിർണായകമാണ്. ശരി സാലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.